പ്രാഥമിക ഹോം സ്കൂൾ മെമ്പർമാർക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫിഷ് യൂണിവേഴ്സിറ്റി ഞാൻ ഒരു വർഷവും ഒരു മാസമായി ഒരു യൂണിറ്റ് മുതലും ഉണ്ടായിട്ട് 5ാമത്തെ പ്രാവശ്യമാണ് ഞാൻ കുട്ടികളെ കൊടുക്കാൻ കൊണ്ടുവരുന്നത്. നമ്മൾ എല്ലാം ചെറുതായിട്ട് നോക്കണം അവരെ, അല്ലെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഇത് കിട്ടുള്ളൂ. നമ്മൾ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ അവരെ വെള്ളൻ്റെ അടുത്ത് നിന്ന് മാറ്റുന്നതിന് മുമ്പ് തന്നെ അവർക്കുള്ള ഭക്ഷണം തീറ്റും പുല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒരു മാസം കഴിയുമ്പോൾ അവർ 1/2 കിലോ തൂക്കം വരും. 1/2 കിലോ തൂക്കം വരുമ്പോൾ നമുക്ക് അവരെ മാറ്റി വേറെ വീട്ടിലേക്ക് മാറ്റിയിടാൻ പറ്റും. ഒരു മാസം കഴിയുമ്പോൾ തന്നെ 1/2 കിലോ തൂക്കം വരുന്നുണ്ട് എനിക്കൊക്കെ മേൽക്കുന്നത്. അപ്പോൾ ഒരു 15-14 ദിവസം ആകുമ്പോൾ തന്നെ അവർക്ക് തീറ്റ പുല്ലൊക്കെ നമ്മൾ അവർക്ക് എത്ര മാതിരി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ അവരെ നോക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോഴേ കുഞ്ഞുങ്ങൾ വലുതാവുള്ളൂ. പിന്നെ എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അസുഖം വരുന്നതിന് ഇവിടുന്ന് സാറ് പറഞ്ഞ മരുന്നുകൾ കൊടുക്കാൻ പറഞ്ഞ മരുന്നുകളൊക്കെ കൊടുക്കുക. മരുന്നല്ല, ചെറിക്ക് വരാതിരിക്കാൻ ഒരു മാസത്തിലൊരു പ്രാവശ്യം എന്നോട് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് തന്നെ ഓരോരുത്തർ മുതൽ കൊണ്ടുപോയി ചൊറി പിടിച്ച് ഇങ്ങനെ വിളിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം കൊടുക്കാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിളിച്ച് ബുദ്ധിമുട്ടാക്കുമ്പോൾ അതിന് മരുന്ന് കൂട്ടി തരും. ഞാൻ അപ്പം ഒരു വർഷമായിട്ട് ഒറ്റ പ്രാവശ്യം മാത്രമാണ് ഞാൻ മരുന്ന് കൊടുക്കുന്നത്. ചൊറി എൻ്റെ ഫാമിലി വരുന്നില്ല. അതെ, പിന്നെ ക്ലീൻ ചെയ്യണം എല്ലാ കാര്യങ്ങളും. പിന്നെ മുയൽ കൊണ്ടുപോയാൽ പിന്നെ മുയൽ മാത്രം കൊണ്ടുപോയിരുന്നാൽ പോരാ. മുയൽ 2 യൂണിറ്റ് മുയൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ 2 ബോക്സ് 2 കൂടും കൂടി നിർബന്ധമായിട്ട് ഉണ്ടാക്കണം. അല്ലാതെ മുയലിന് അപ്പുറത്തെ കൂട്ടിലും ഇപ്പുറത്തെ കൂട്ടിലും കുടിച്ചിട്ട് ചത്തുപോയി ഗ്രൂപ്പ് വിളിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഗ്രൂപ്പ് നമ്മൾ സെലീമയുടെ ക്ലാസ് ഉണ്ട്, വളരെ അത് മര്യാദയ്ക്ക് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് കാര്യങ്ങളൊക്കെ ഉത്തമമല്ല. അത് എന്തെങ്കിലും വിചാരിച്ച് നോക്കിയാൽ മനസ്സിലാവില്ല. ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 10 വർഷം മുന്നേ ബുക്കും സീഡിയും വാങ്ങിക്കൊണ്ടായിട്ടാണ് പരിപാടി ആരംഭിച്ചത്. ഇപ്പോൾ വന്നിട്ട് ഒരു വർഷമായി തുടങ്ങിയത്. ഗൾഫിലായിരുന്നു, പ്രവാസിയായിരുന്നു, വന്ന് തുടങ്ങിയതാണ്. കുഴപ്പമില്ല. ഞാൻ അടുത്ത യൂണിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു യൂണിറ്റ് കൂടി കൊണ്ടുള്ള അതിനുള്ള സെറ്റും കാര്യങ്ങളും പേജൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കൊണ്ടുപോകും. പിന്നെ നമ്മൾ നല്ല രീതിയിൽ നോക്കണം. നോക്കാൻ നമ്മൾ മുയൽ കൊണ്ടുപോകണവർ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണവർ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോവുക. മുയലവിടെ കൊണ്ടുപോയിട്ടിട്ട് നമ്മളൊന്നും കൊടുക്കാതെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഗ്രൂപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. പണിയുണ്ട്, കുറച്ച് പണിയുണ്ട്, എന്നാലിട്ട് പണിയുമില്ല. ഒത്തിരി സമയം നമ്മളായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്ത് കൊടുത്താൽ ഒരു ഭംഗിയായിട്ട് വളരും. നമുക്ക് നമ്മളെ പാട്ടിന് പോകാം. പിന്നെ വീട്ടിലുള്ളവരും നല്ലപോലെ നമ്മൾ ഒരു ദിവസം വരാനില്ലെങ്കിൽ വെള്ളം കൊടുക്കാനുള്ള കാര്യങ്ങളെങ്കിലും വീട്ടുകാർ ചെയ്യണം. അതൊക്കെ കാര്യങ്ങൾ വിജയിക്കുള്ളൂ. അത്ര തന്നെ. പിന്നെ എന്താ പറയുക,